നമസ്കാരം. 2 പ്രിലിംസ് പരീക്ഷയ്ക്ക് ആവശ്യമായ വളരെ പ്രധാനപ്പെട്ട 30 PYQകളാണ് ഇന്ന് നോക്കുന്നത്. ഓരോ ചോദ്യത്തിനെയും ശരിയുത്തരവും വിശദീകരണവും ഈ വീഡിയോയിലുണ്ട്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. സുബ്രഹ്മണ്യ ഭാരതി ഏതു ഭാഷയിലെ സാഹിത്യകാരനാണ്? സുബ്രഹ്മണ്യ ഭാരതി ഏതു ഭാഷയിലെ സാഹിത്യകാരനാണ്? തമിഴ്. സുബ്രഹ്മണ്യ ഭാരതിയുടെ പ്രധാന കൃതിയാണ് പാഞ്ചാലി ശപഥം. ഈ ചോദ്യം 10ാം ക്ലാസ്സിലെ SRT പുസ്തകത്തിൽ നിന്നുള്ളതാണ്. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ വാണിജ്യ ബാങ്കുകളുടെ ഗണത്തിൽ പെടാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ വാണിജ്യ ബാങ്കുകളുടെ ഗണത്തിൽ പെടാത്തത് ഏത്? സഹകരണ ബാങ്ക്. സഹകരണ ബാങ്ക് RBIയുടെ കൺട്രോളിൽ വന്ന വർഷം എത്രയാണ്? 2020. 1912 കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് പ്രകാരമാണ് സഹകരണ ബാങ്ക് പ്രവർത്തിക്കുന്നത്. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്നാണ് സഹകരണ ബാങ്ക്. സാധാരണക്കാർക്കും ഗ്രാമീണർക്കും വായ്പ നൽകുന്നു. സ്വകാര്യ പണമിടപാട് നടത്തുന്ന വ്യക്തികളിൽ നിന്ന് ഗ്രാമീണരെ രക്ഷിക്കുന്നു. പിന്നെ സംസ്ഥാന സഹകരണ ബാങ്ക് ഉണ്ട്, ജില്ലാ സഹകരണ ബാങ്ക് ഉണ്ട്, പ്രാഥമിക സഹകരണ ബാങ്ക് ഉണ്ട്. കേരളത്തിലെ 13 ജില്ലാ സഹകരണ ബാങ്കിനെയും സംസ്ഥാന സഹകരണ ബാങ്കിനെയും സംയോജിപ്പിച്ച് നിലവിൽ വന്ന ബാങ്കാണ് ഏത്? കേരള ബാങ്ക്. അടുത്ത ചോദ്യം. കേരളത്തിലെ ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആര്? കേരളത്തിലെ ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആര്? ആരാണ്? OJ ജനീഷ്. OJ ജനീഷിന്റെ മണ്ഡലം ഏതാണ്? കൊടുങ്ങല്ലൂർ. കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? കായികം, യുവജനകാര്യം, രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു, മൃഗശാല. അടുത്ത ചോദ്യം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത്തെ ഗവർണറായി ചുമതലയേറ്റത് ആര്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി ചുമതലയേറ്റത് ആര്? ആരാണ്? സഞ്ജയ് മൽഹോത്ര. 25ാമത്തേത് ആരാണ്? 25ാമത്തെ ശക്തികാന്ത ദാസ്. റിസർവ് ബാങ്ക് എന്നാണ് നിലവിൽ വന്നത്? 1935 ഏപ്രിൽ 1. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു. വായ്പാ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നു. സർക്കാരിന്റെ ബാങ്ക് എന്നറിയപ്പെടുന്നു. കമ്മീഷൻ ഏതാണ്? ഹിൽട്ടണിയൻ കമ്മീഷൻ. ആസ്ഥാനം മുംബൈ. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത്? ഏതാണ്? ഗതാഗതം. പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണ്? കൃഷി, മത്സ്യബന്ധനം, വനം, കന്നുകാലി വളർത്തൽ. ഈ ഗതാഗതം ഏത് മേഖലയാണ്? തൃതീയ മേഖല. കേരളത്തിൽ ആനമല, ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗം ഏത്? ഏതാണ്? ആനമല, ഏലമല എന്നറിയപ്പെടുന്ന ഏതാണ്? പശ്ചിമഘട്ടം. പശ്ചിമഘട്ടം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സഹ്യാദ്രി അല്ലെങ്കിൽ സഹ്യപർവ്വതം. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെ കുറിച്ച് വിവരിക്കുന്നു? എത്രയാണ്? 742. ലാറ്റിൻ ഭാഷയിലാണ് തയ്യാറാക്കിയത്. കൊച്ചി ഗവർണറായിരുന്ന വാൻഡ്രീഡ്. 12 വാല്യങ്ങൾ ഉണ്ടായിരുന്നു. ഇത് എന്നാ ഗ്രന്ഥമാണ്? സസ്യശാസ്ത്ര ഗ്രന്ഥമാണ്. മലയാള ലിപികൾ ആദ്യമായി അച്ചടിച്ചതും ഈ ഗ്രന്ഥത്തിലാണ്. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ആരാണ്? BR അംബേദ്കർ. അതായത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ വർഷം എത്രയാണ്? 1947 ഓഗസ്റ്റ് 29. അംഗങ്ങളുടെ എണ്ണം എത്രയായിരുന്നു? 7. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവെന്നും ശില്പിയെന്നും അറിയപ്പെടുന്ന ആരാണ്? ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? നെഹ്റു. 1947 ജനുവരി 22 ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. രാജേന്ദ്ര പ്രസാദ് എന്തായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയിലെ സ്ഥിരം അധ്യക്ഷനായത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്നാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത് 1946 ഡിസംബർ 11. സർദാർ വല്ലഭായ് പട്ടേൽ എന്തായിരുന്നു? മൗലിക അവകാശ ന്യൂനപക്ഷ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു വല്ലഭായ് പട്ടേൽ. അടുത്ത ചോദ്യം. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് രൂപീകരിച്ച സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. സ്ഥാപിതമായ വർഷം 1979. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഭൂഷൺ രാമകൃഷ്ണ ഗവായി. അപ്പൊ നിലവിലെ അല്ലെങ്കിൽ 53ാമത്തെ ആരാണ്? സൂര്യകാന്ത്. സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ ആകെ എണ്ണം എത്രയാണ്? 38. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയാണ് 38. അടുത്ത ചോദ്യം. സത്യം, സമത്വം, സ്വാതന്ത്ര്യം ഇതൊരു മലയാള പത്രത്തിന്റെ ആപ്തവാക്യമാണ്. ഏതാണ് ആ പത്രം? ഏതാണ്? സത്യം, സമത്വം, സ്വാതന്ത്ര്യം ഏതാണ്? മാതൃഭൂമി. മാതൃഭൂമി സ്ഥാപിതമായ വർഷം എത്രയാണ്? 1923 മാർച്ച് 18. മാതൃഭൂമിയുടെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? KP കേശവ മേനോൻ.
അടുത്ത ചോദ്യം, ഇന്ത്യ റിപ്പബ്ലിക് ആയത് എപ്പോഴാണ്? 1950 ജനുവരി 26. 1949 നവംബർ 26 പ്രത്യേകത എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭയെ അംഗീകരിച്ചുകൊണ്ട് അധ്യക്ഷൻ ഒപ്പുവെച്ചതാണ് 1949 നവംബർ 26. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു? രാജേന്ദ്ര പ്രസാദ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന? ആരാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ? ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. അടുത്ത ചോദ്യം, മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥ താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? വൈക്കം സത്യാഗ്രഹം. 1924 വൈക്കം സത്യാഗ്രഹം. ചാന്നാർ ലഹള 1859. ഗുരുവായൂർ സത്യാഗ്രഹം 1931. ക്ഷേത്രപ്രവേശന വിളംബരം 1936. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയ സ്ഥലം കണ്ടെത്തുക. ഏതാണ്? ആലുവ. ആലുവയിലെ അദ്വൈതാശ്രമത്തിലാണ്. വർഷം 1924. അടുത്ത ചോദ്യം, എന്താണ് ബന്ധു ക്ലിനിക്ക്? എന്താണ്? അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതിയാണ് ബന്ധു ക്ലിനിക്ക്. അടുത്ത ചോദ്യം, സമപന്തി ഭോജനം നടപ്പിലാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യ വൈകുണ്ഠസ്വാമികൾ. വീണപൂവ് കരുണ ചണ്ടാല ഭിക്ഷുകി എന്നത് ആരുടെ കൃതികളാണ്? ആരുടെയാണ്? കുമാരനാശാൻ. അരിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? 1888 ശ്രീനാരായണ ഗുരു. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ചട്ടമ്പി സാമുവിന്റെ കൃതി ഏതാണ്? വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണം. പിന്നെ ഏതൊക്കെ കൃതികളുണ്ട്? പ്രാചീന മലയാളം, ആദ്യ ഭാഷ. ഇതൊക്കെ ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ്. അടുത്ത ചോദ്യം, ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടുപുല്ല് കുരിപ്പിക്കും. ഇത് ആര് പറഞ്ഞതാണ്? ആരാണ്? മഹാത്മാ അയ്യങ്കാളി. മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. അദ്ദേഹത്തിന്റെ ഒരു മാസികയാണ് മുസ്ലിം. കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ആരാണ്? പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ. ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്നതും പൊയ്കയിൽ കുമാര ഗുരുദേവനാണ്. അടുത്ത ചോദ്യം, ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതി. 1976. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു. ഈ ഭേദഗതി നിലവിൽ വന്നത് എന്നാണ്? 1977 ജനുവരി 3. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? ആർക്കാണ് അധികാരമുള്ളത്? പാർലമെന്റിന്. 1971 ആർട്ടിക്കിൾ 24 പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടന പാർലമെന്റ് ഭേദഗതി ചെയ്യുന്നത്. മൗലിക അവകാശം ഉൾപ്പെടെ ഏതു ഭാഗവും പാർലമെന്റിന് ഭേദഗതി ചെയ്യാം. അടുത്ത ചോദ്യം, ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഏതു പേരിലാണ്? മൗലിക കടമകൾ. മൗലിക കടമകളുടെ ഭാഗം എത്രയാണ്? 4A. ആർട്ടിക്കിൾ എത്രയാണ്? 51. മൗലിക കടമകൾ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? USSRൽ നിന്നും. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന സൂചനകൾ വായിച്ച് അവ ഏത് ആക്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് കണ്ടെത്തുക. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. 321 വിഭാഗങ്ങളും 10 പട്ടികകളും. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. ഏതാണ് ഉത്തരം? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകളിൽ പെടാത്തത് ഏതാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ജവഹർലാൽ നെഹ്റു എന്നാണ് പെടാത്തത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. അടുത്ത ചോദ്യം, പൂന സന്ധി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡോക്ടർ BR അംബേദ്കർ. അംബേദ്കറും ഗാന്ധിജിയും തമ്മിലാണ് 1932. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അരുണ ആസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ വർഷം എത്രയാണ്? 1942. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? ആരുടേതാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതാണ്? നിസ്സഹകരണ സമരം 1920. ചമ്പാരന്റെ വർഷം എത്രയാണ്?
1917. ഉപ്പു സത്യാഗ്രഹമോ 1930. താഴെ പറയുന്നവയിൽ റൗലറ്റ് നിയമവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാണ് പ്രസ്താവന? കോടതി വിധിക്കെതിരെ അപ്പീൽ സ്വീകരിക്കാം. ബന്ധപ്പെടാത്ത പ്രസ്താവന ഇതാണ്. അപ്പോൾ ഇന്നത്തെ 30 ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. ബാക്കി ക്വസ്റ്റ്യനുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.